ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഗസ്റ്റ് 2026 എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള ടാരോട്ട് മന്ത്ലി ഗൈഡൻസ് ആണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇന്നത്തെ പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പുകൾക്കും 3 ചാംസും ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പുകളുടെ ചാംസിനെ കാണിച്ചു തരാം. ഇതാണ് ഗ്രൂപ്പ് 1 ഇത് ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, സമയമെടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നു. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയാകും. ഓഗസ്റ്റ് 2026 പൊതുവെ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എങ്ങനെയാകും? ഓഗസ്റ്റ് 2026 പൊതുവെ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എങ്ങനെയാകും? The Four of Cups. Okay. പൊതുവെ എങ്ങനെയാകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു മാറ്റങ്ങൾ, ഓക്കെ, പുതിയ തുടക്കം എന്നതിനേക്കാൾ നല്ല മാറ്റങ്ങൾ, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ, നിങ്ങൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിലായിരിക്കും അത് സംഭവിക്കുക. അങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമുക്ക് ഓഗസ്റ്റ് 2026 കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന നല്ല വാർത്തകൾ, ഓക്കെ, ക്ലാരിറ്റി, വ്യക്തതകൾ ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം. ഈ മാസത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ വന്നു ചേരുന്നത് അത് തുടർന്ന ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. അതൊരു കുറച്ചു നാളത്തേക്ക് സന്തോഷം നിന്ന് പോകുന്ന ഒരു കാര്യമല്ല, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ ചില അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ചില പുതിയ കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ ചില പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതിലൂടെ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി കിട്ടുക, അല്ലെങ്കിൽ ഒരു സമാധാനം കൈവരിക്കുക, സന്തോഷം കൈവരിക്കുക, അതിനൊക്കെ ഒരു സാധ്യത നമുക്ക് കാണാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന, നിങ്ങളുടെ ധൈര്യം കൂട്ടുന്ന, നിങ്ങൾക്ക് അതേ ആത്മവിശ്വാസവും ധൈര്യം നിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടാകുന്ന, സന്തോഷത്തിൽ നിന്നാണ് ആത്മവിശ്വാസവും ധൈര്യം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിനെ കാണാനായിട്ടുള്ളത്. ഓക്കെ, പെർമനന്റ് ബ്ലെസ്സിങ്സ് എന്ന് ഞാൻ കേൾക്കുന്നു, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അണ്ടർലൈൻ എനർജി ഡെത്ത് കാർഡാണ്. ഞാൻ പറഞ്ഞ പോലെ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ. ഓക്കെ, ഒരു എന്താ പറയാ, മനസ്സമാധാനം നൽകുന്ന എന്ത് മാറ്റമാണ് വരുന്നത് അത് അപ്രതീക്ഷിതമാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഹാപ്പിനെസ് ആയിരിക്കും. അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലിയ മാറ്റമാണെങ്കിലും നിങ്ങൾക്കത് സന്തോഷം തരും. അത് പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ പോലും നിങ്ങൾക്കത് സന്തോഷം തരുള്ളൂ, നിങ്ങൾക്കത് സമാധാനമേ തരുള്ളൂ. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, അത് നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും കൂട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറേയും കൂടെ വ്യക്തത ലഭിക്കുന്നുണ്ട്. ആ വ്യക്തത നിങ്ങൾക്കൊരു ധൈര്യം, ഒരു ശക്തി നൽകുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഇനി അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് അത് നിങ്ങൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ല എന്നാണെങ്കിൽ അതിന് നിരാശ ആവശ്യമില്ല. ഓക്കെ, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ആ ഒരു ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽത്തി ബൗണ്ടറീസ് അതൊരു തരത്തിലും എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇനി എനിക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു, അപ്പൊ ഇനി ഇതിലൊന്നും ആവശ്യമില്ല, അങ്ങനെയല്ല. ഓക്കെ, ആ ബൗണ്ടറീസ് എന്നും എപ്പോഴും വേണ്ടത് തന്നെയാണ്. പിന്നെ അറിവുകൾ, നിങ്ങളിലേക്ക് വരുന്ന അറിവുകൾ പുതിയ കാഴ്ചപ്പാടുകളായിരിക്കാം, അനുഭവങ്ങളിലൂടെയാണ് ഈ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം.
ജോലിയിൽ കരിയറിൽ ഈ ഓഗസ്റ്റ് 2026 കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 1 കളക്ടീവ്സിന് എങ്ങനെയായിരിക്കും? Clarify the devil. Wow. നിങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അതിനും സാധ്യതയുണ്ട്. അഗെയിൻ ഡെത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം. കാര്യമായ മാറ്റങ്ങൾ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, റീബർത്ത് എനർജി. അപ്പൊ അവസാനങ്ങളുണ്ട്, യെസ്, പക്ഷേ തുടക്കങ്ങളും ഉണ്ട്. അവസാനിച്ചു പോകുന്നതെല്ലാം നിങ്ങൾക്ക് ഭാരമായിരിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. വരുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു വിജയം എന്ന രൂപത്തിലാണ് നിങ്ങളിലേക്ക് വരിക. നിങ്ങൾ അതൊരു വിജയമായിട്ടാണ് കാണുക. ആ പുതിയ തുടക്കങ്ങളെല്ലാം തന്നെ നിങ്ങളെ സംബന്ധിച്ച് വിജയമായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശങ്കകള്, ഭയം, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ്, അതിൽ നിന്ന് ഉള്ള പ്രവൃത്തികൾക്ക് സാധ്യതയുണ്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, ആ ഒരു ഫുൾഫിൽമെന്റ് തരുന്ന, നിങ്ങളുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ യൂസ് ചെയ്യാൻ, ഓക്കെ, അതിന്റെ പൂർണ്ണതയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ആ കഴിവുകളെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയമാണ്. പേടിച്ച് പിന്മാറേണ്ട സമയമല്ല എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്. മനസ്സിൽ പലവിധ ചിന്തകളും വരും. ഈ ഡബിൾ കാർഡിൽ അതാണ് നമുക്ക് കാണുന്നത്. പലവിധ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതാണ് സത്യം എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക. കുറേം കൂടെ നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് ആയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നിങ്ങൾ അതിനായിട്ട് ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ കരിയറിൽ ആയിരിക്കാൻ സാധിക്കും. പ്രസന്റ് മൊമെന്റ് തന്നെ ഫോക്കസ് ചെയ്ത് കുറേം കൂടെ ഗൗരവത്തോടു കൂടെ കരിയറിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ, നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ജോലി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ അതിലെ വിജയം കണ്ടിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ നേട്ടങ്ങളാണ് ഉണ്ടാകുക എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു സ്റ്റാഗ്നന്റ് എനർജി ആണെങ്കിൽ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റും. ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കും. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ പ്രതികൂലമായിട്ട് മാറും. അപ്പൊ അത് നല്ലവണ്ണം ശ്രദ്ധ കൊടുക്കുക. അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഇതെന്റെ ഒരു ചിന്ത മാത്രമാണ്, ഇതെന്റെ മനസ്സിലെ എന്റെ ഉള്ളിലത്തെ ഭയം കൊണ്ട് വരുന്ന ഒരു ചിന്തയാണ്, ഒരു വിചാരമാണ്, അല്ലാണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് സ്വയം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഫൈനാൻസ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 1 എങ്ങനെയാകും? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 1 എങ്ങനെയാകും? Okay, clarify the 6 of cups. Clarify the 6 of cups. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എന്താ പറയണ്ടേ പാസ്റ്റിൽ ഫോക്കസ് ചെയ്യാതെ പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഗോൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസിൽ നിങ്ങൾ എന്ത് മാറ്റം വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു, ആ മാറ്റങ്ങളെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഫൈനാൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം.
പാസ്റ്റിലത്തെ ചിലപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എന്താ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചിന്തകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിച്ചത് ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ കുറേയും കൂടെ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാവാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം വളരെ ധൈര്യത്തോടെ അതിനെയെല്ലാം അത്തരം സംഭാഷണങ്ങളായിക്കോട്ടെ ചിന്തകളായിക്കോട്ടെ നിങ്ങളെ എഫക്ട് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചിന്തകൾ വരും, ഓക്കെ, അല്ലെങ്കിൽ സംഭാഷണം ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അവിടെ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആ ഒരു ക്യൂൺ ഓഫ് സോർട്സ് എനർജിയിലായിരിക്കും. അപ്പൊ അതൊന്നും നിങ്ങളെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി ഈ പെർട്ടിക്കുലർ കാര്യത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയാ സ്ട്രെസ് എന്ന സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ. പക്ഷെ അതെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാണുന്നു. അപ്പൊ അതായത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ചില ഈ പറഞ്ഞ പോലെ ആ സ്ട്രഗിൾസ്, മുന്നേ അനുഭവിച്ച സ്ട്രഗിൾസ് വീണ്ടും വരുമോ, അങ്ങനത്തെ പണ്ടത്തെ ആലോചിച്ചിട്ട് ഇനി അതുപോലെ വീണ്ടും ഉണ്ടാവോ, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ കൂടെ അതിനെ നിയന്ത്രിക്കാനും അതിൽ മനസ്സ് പതറാതെ വളരെ കോൺഫിഡൻസോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണോ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോഗ്രസ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ. ഓക്കെ, അതെങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നുള്ള ആ ഒരു ചിന്തകൾ മാറ്റിവെക്കുക, നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുക, അത്രയും മതി. ബാക്കിയെല്ലാം ഈശ്വര അതിനനുസരിച്ച് നിങ്ങളിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നിരിക്കും. ഓക്കെ, ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും നോക്കാം. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 ഓഗസ്റ്റ് മാസം എങ്ങനെയാകും ക്ലാരിഫൈ. ഓക്കെ, നിങ്ങൾ എന്താ പറയാ കുറേ കൂടെ ഒരു സമാധാനം നിറഞ്ഞ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയം പ്രണയ ജീവിതത്തിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു എനർജിയുടെ മാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആവാൻ, ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് നിങ്ങളോട് ആളുകൾക്ക് കൂടുതൽ തോന്നാൻ ഉള്ള സമയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാനും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എന്താ പറയാ ഒരു ഡേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതിലും നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേർണിയിലാണ് നിങ്ങൾ കൂടുതൽ ആയിരിക്കുക എന്ന് കാണുന്നു. പിന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ അടുക്കുകയാണ്. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ ആയിരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് കെയറിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതാണ് റൈറ്റ് വേ. നിങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെയാണ് ആ കാര്യത്തിൽ. അങ്ങനെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാം, നിങ്ങളുടെ അപ്ഗ്രേഡിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളൊരു തീരുമാനം എടുത്തുകൊണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കുറേ കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലവ് ലൈഫാണ് നിങ്ങൾക്ക് ആയിരിക്കുക. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ആ ഒരു പ്രണയം, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ പ്രണയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ, അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു പേടിയോ ഭയം ഉണ്ടായ പോലെ അത് ശാശ്വതമല്ല എന്ന് കാണുന്നു. നിങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ കോ ഡിപ്പെൻഡൻസി എനർജി ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനെ ഹീലാകാനും അതിൽ നിന്ന് റിലീസ്ഡ് ആകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുന്ന ഓക്കെ ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം എന്ന് കാണുന്നുണ്ട്. ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും? കുടുംബ ബന്ധങ്ങളിൽ കുറച്ചൊരു സ്ട്രെസ്ഡ് ആവുന്ന എനർജി കിട്ടുന്നു. ക്ലാരിഫൈ ദ 9 of swords.
അപ്പൊ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഒരു എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വീണ്ടും വീണ്ടും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എന്താ പറയാ കുടുംബ ബന്ധങ്ങളില് ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ഫാമിലിയിലുള്ള ആളുകളുടെ ബിഹേവിയറിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്, സ്ട്രെയിൻ ഉണ്ടാകുന്നത്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ? യെസ്, ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതെന്റെ ഉള്ളിലത്തെ തോട്ട്സിൽ നിന്ന് വരുന്ന അത് പ്രൊജക്ട് ചെയ്യുന്നതാണ്, എന്റെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് അത്തരം ഒരു എനർജിയിൽ ആയിരിക്കാതെ നിൽക്കാനും അത്തരം തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും വേണ്ടുന്ന ഒരു പ്രിക്കോഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, യെസ്, നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നതിനോ മറ്റുള്ളവരെ നിങ്ങളെ കെയർ ചെയ്യുന്നതിനോ, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ നിങ്ങളെ മനസ്സിലാക്കുന്നതിന്, ബാക്കിയുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നതിന്, അവരെ നിങ്ങൾ അംഗീകരിക്കുന്നതിന്, അവരെ നിങ്ങൾ ആ കരുതൽ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നില്ല. പകരം ആ സ്നേഹവും കരുതലും അംഗീകാരമൊക്കെ നിങ്ങൾ സ്വയം നൽകുകയാണ്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. എന്ത് സിറ്റുവേഷൻ നിങ്ങളുടെ എന്താ പറയുക ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്ത് സിറ്റുവേഷൻ ഉണ്ടായാൽ തന്നെ അതിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഫാമിലിയുമായി ബന്ധപ്പെട്ട ഏത് സിറ്റുവേഷനിലും റൈറ്റ് ആക്ഷൻ എടുക്കാനും റൈറ്റ് ഡെസിഷൻ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ വ്യക്തത ഉണ്ടാവും, എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടാവും. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ എനർജി, ഡിസേർവിംഗ് ആയിട്ടുള്ള കണക്ഷൻസ്, ഫാമിലിയിലെ ഏതൊക്കെ മെമ്പേഴ്സിനാണോ നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ അറ്റൻഷൻ ഒക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ളത്, അവർക്ക് നിങ്ങൾ അത് നൽകുന്നുണ്ട്. അവരോട് നിങ്ങൾ ആ ഫുള്ളി ആ ഒരു സ്നേഹവും കരുതലും കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും ആരൊക്കെ അത് അർഹിക്കുന്നുണ്ട്, ആരൊക്കെ അത് അർഹിക്കുന്നില്ല എന്നുള്ളത്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പെരുമാറുക. ഓക്കെ, ഇനി ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എങ്ങനെയായിരിക്കും? Clarify the Knight of Swords. അപ്രതീക്ഷിതമായിട്ടുള്ള ചില അവസാനങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ. സൗഹൃദങ്ങൾ ഉള്ളതാണെങ്കിൽ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില അവസാനങ്ങൾ, ചില റിലേഷൻസ് അത് അവസാനിക്കേണ്ടതാണ്, അത് ഡെസ്റ്റിനിലുള്ളതാണ്. അവരുടെ പർപ്പസ് കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പൊ അവരെ നിങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ ലൈഫിൽ അതിൽ നിന്ന് നിങ്ങൾ ഹീൽഡ് ആകുന്നതായിട്ട് കാണുന്നു. ചിലപ്പം ഫ്രണ്ട്സിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില മുറിവുകളുണ്ട്, ചില വേദനകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരു എനർജിയും എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സഡൻ ഷിഫ്റ്റ് ആ കാണുന്നത്. ഇൻ ദ സെൻസ് നിങ്ങൾ വളരെ ഒന്നുകൂടെ ഒരു എന്താ പറയാ കൃത്യമായ കാര്യങ്ങൾ ഒരു ഒബ്സർവ് ചെയ്ത് പോവാനായിട്ട് ശ്രദ്ധിക്കുക. കെയർലെസ് ആയിട്ട് പെട്ടെന്ന് ഇമോഷൻസിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാനും പിന്നെ അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ നല്ലോണം അതൊന്ന് ശ്രദ്ധിക്കണം. അതൊരു എന്താ പറയാ ഒരു കോഷൻ പോലെ യൂണിവേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വാർണിംഗ് പോലെ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേദനകളോ മുറിവുകളോ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു മാസം പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ആ മൂവ് ഓൺ ചെയ്യുന്നതിന്റെ ഒരു റീസൺ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. ഓക്കെ, ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ട് മാറുന്ന നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവര് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണെന്ന് ചിലപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സുഹൃത്തായിട്ട് കടന്നു വരുന്ന അതിനുള്ള സാധ്യതയുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഓഗസ്റ്റ് മാസം. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ അത് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങളിൽ നിന്ന് അതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവഗണനകളായിക്കോട്ടെ, മുറിവുകള്, വേദനകൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീൽഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള വളരെയധികം ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ എന്താ പറയണ്ടേ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. എനിക്ക് ആദ്യം കട്ട് ചെയ്തപ്പോൾ എംപ്രസ് കാർഡ്, ഇപ്പൊ കട്ട് ചെയ്തപ്പോൾ ലവേഴ്സ് ആണ് കിട്ടുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണെന്ന് കാണുന്നു. വണ്ടർഫുൾ. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണ്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയില്ല. നിങ്ങളിപ്പോ ഓക്കെ എനിക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല.
കാരണം അത് തിരിച്ചറിയുന്നതിന് ഒരു സമയമുണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, വളരെയധികം ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കാൻ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതായിട്ട് കാണുന്നു. അവസാനങ്ങൾ ഉണ്ടാകുമ്പോൾ, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രണ്ടിനെയും ഒരേപോലെ സ്വീകരിക്കുക, ഒരേ മനസ്സോടെ സ്വീകരിക്കുക. കാരണം ഇതെല്ലാം നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതിനെ എപ്പോഴും വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ അതെപ്പോഴും സത്യമായിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയാം. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആവില്ല എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവില്ല എന്ന് വിശ്വസിക്കാൻ നമ്മൾ താല്പര്യപ്പെടും. പക്ഷെ ചുറ്റിക്കറങ്ങി ആ ഇൻറ്റ്യൂഷൻ പറഞ്ഞ എന്താണോ അവിടെ തന്നെ കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഇനി അപ്പൊ ഇതാണ് നിങ്ങളുടെ ടാരോട്ട് മന്ത്ലി ഗൈഡൻസ് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ളത്. അപ്പോൾ ഓരോ ഏരിയയിലും എങ്ങനെയാകും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാപ്സൂൾ ക്ലൂസ് എടുക്കാം. നിങ്ങൾക്കായിട്ട് ഞാൻ കണ്ട ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1717 കണ്ടു, 1144, 1133, പിന്നെ 20, 22020, 111, 0101 ഈ നമ്പേഴ്സ് ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഈ നമ്പേഴ്സ് ഒന്നുകിൽ ഈ റീഡിംഗ് കാണുന്നതിന് മുൻപ് 24 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ കണ്ടതിന് ശേഷം 24 മണിക്കൂറിനുള്ളിലോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ട്. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കുക, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന്. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ തന്നെ വെക്കാം. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭ, പോ, ധ, ള, ഭ, ർ, ഉ, ഇ, ത. ഓക്കെ, ഇനി കുംഭമാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിച്ച മാസം കുംഭമാസമായിരിക്കാം. വെള്ളിയാഴ്ച, നിങ്ങൾ ജനിച്ച ദിവസം വെള്ളിയാഴ്ച ആയിരിക്കാം. ഇനി പ്രധാനപ്പെട്ട തീയതികൾ, ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും. പിന്നെ ഈ തീയതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. 2, 4, 6, 9, 18, 23, 28, 29. പിന്നെ ജന്മനക്ഷത്രങ്ങൾ എന്ന് കിട്ടിയിട്ടുള്ളത് കാർത്തിക, ഭരണി, തിരുവാതിര. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓഗസ്റ്റ് മാസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും. ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് പൊതുവെ എങ്ങനെയാകും? ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് പൊതുവെ എങ്ങനെയാകും? ഓക്കെ, എനിക്കൊരു സ്പിരിച്വൽ എനർജി സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ, ആത്മീയമായി ബന്ധപ്പെട്ട ചില വിസ്ഡംസ് നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം എന്ന് കാണുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് സർപ്രൈസസ്. ഓക്കെ, നിങ്ങളോട്ട് പ്രതീക്ഷിക്കാത്ത ചില ആഗ്രഹങ്ങളുടെ സഫലീകരണം. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വെൽ ഹിഡൻ ആണ് എന്ന് കിട്ടുന്നു. അത്രയും നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സ് മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തന്നെ മറന്നുപോയതായിരിക്കാം. അതിന്റെ ഒക്കെ ഒരു സഫലീകരണം, അതൊക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിന് സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം എന്ന് കാണുന്നുണ്ട്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്തൊരു കാര്യവും അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ വളരെയധികം തയ്യാറായിരിക്കും. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുന്ന ഒരു മാസമാണ്. വളരെയധികം ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ഫീൽ ഉണ്ടാവും. നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിന്റെ തക്ക അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം എന്ന് കാണുന്നു.
നിങ്ങൾക്ക് മനസ്സിന് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ടെമ്പററി ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായാലും അതിനെ വളരെ ഡിഫറെന്റ് ആയിട്ട്, അതായത് എന്താണോ നിങ്ങളെ വേദനിപ്പിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പൊ ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകുന്നത്, അതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചതായിട്ടുള്ളത് നിങ്ങളെ പെട്ടെന്ന് തന്നെ തേടിയെത്തുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലൊക്കെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ചത് നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം എന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതിന്റെ ഒരു നിരാശകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതുവരെ ഒന്നും നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിച്ചില്ല എന്നുള്ള നിരാശകൾ നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാവും. എന്നാലും അതില് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ചതാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് മനസ്സിലാക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേയും കൂടെ ഒരു മൈൻഡ്ഫുൾ ആകുന്നതായിട്ട് കാണുന്നു, കെയർഫുൾ ആകുന്നതായിട്ട് കാണുന്നു ഈ ഒരു ഓഗസ്റ്റ് മാസം. ഓക്കെ, നിങ്ങളുടെ കുറേ കൂടെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അഗെയിൻ സ്ട്രെങ്ത് കാർഡ്, നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ സക്സസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട്, നിങ്ങൾക്ക് ഒരുപാട് സയൻസ് ഒക്കെ യൂണിവേഴ്സ് നൽകുന്നുണ്ട്. ആ സയൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാനും ഓക്കെ അതനുസരിച്ച് കരിയറിൽ മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ തേടി നേട്ടങ്ങൾ ഉണ്ടാകുന്നു, വിജയങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ, ന്യൂ സ്റ്റാർട്ട് അതിനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന എന്താ പറയേണ്ടത് സന്ദേശങ്ങൾ, വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളിൽ ആത്മവിശ്വാസം കൂട്ടുന്ന, നിങ്ങളുടെ ധൈര്യത്തിനെ കൂട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം കൊണ്ട് ഒരു ഫ്രഷ് എനർജി അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 2 എങ്ങനെയാകും? വീണ്ടും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ 3 of cups. അതായത് നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതൊക്കെ നേടിയെടുക്കുന്നതിനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തെളിയാം. അല്ലെങ്കിൽ നിങ്ങളൊട്ട് പ്രതീക്ഷിക്കാത്ത, നിങ്ങളൊട്ട് എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ വെറുതെ ഉണ്ടാകുന്നതല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നർ വർക്ക്, നിങ്ങളുടെ ആ ഒരു സറണ്ടറിങ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു തരത്തിലും യൂണിവേഴ്സിന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല, ഡിവൈൻ ടൈമിങ്ങിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഡീപ്പ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഫൈനാൻസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, പ്രോഗ്രസ് തന്നെയാണ് കാണുന്നത്, സ്ട്രോങ് പ്രോഗ്രസ് തന്നെയാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾക്കുള്ള ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഭയങ്ങള്, എല്ലാ വിഷമങ്ങളൊക്കെ അത് അസ്ഥാനത്തായിരുന്നു, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഫൈനാൻസുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആഘോഷിക്കാനുള്ള വകയുണ്ട്. ഓക്കെ, നിങ്ങൾ അത് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഗ്രസ്, ആ ഒരു ചേഞ്ച്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അതാണ് നമുക്ക് ഈ ഒരു 2 of Swords കിട്ടുന്നത്. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റം, പ്രോഗ്രസ്, പുരോഗതി ഉണ്ടാവുന്നത്, വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ആ ഒരു നിങ്ങൾക്ക് അത്രയും ആ ഒരു മാറ്റം, അത്രയും ഒരു നിങ്ങൾ ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഇന്നർ വർക്കിന്റെ റിസൾട്ടാണ്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് സമ്പൂർണ്ണം നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ആകുലതപ്പെടാതെ, നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു വിശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് നടക്കും, എന്റെ ആഗ്രഹം എന്താണെന്ന് നടക്കും, എന്റെ ഫൈനാൻഷ്യൽ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തും. ആ ഒരു വിശ്വാസം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എപ്പോ എങ്ങനെയെന്നൊന്നും, പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കുന്നു അത് നടക്കും എന്നുള്ളത്. അത് നിങ്ങൾ യൂണിവേഴ്സിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്, നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഡീപ്പ് പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ എന്താ പറയണ്ടേ ഫൈനാൻസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്നത്. അതോടുകൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടെൻഷൻസും നിങ്ങളെ വിട്ടകലുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രണയവുമായി ബന്ധപ്പെട്ട്, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 2 എങ്ങനെയാകും?
നിങ്ങൾ ആരെങ്കിലും പെർസ്യൂ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് അവരുടെ ആ ഒരു സ്നേഹം കിട്ടുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയം കാണുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. നിങ്ങൾ നേരായ വഴിക്ക് ആ വ്യക്തിയിലേക്ക് അവരുടെ ആ ഒരു പ്രണയം നേടിയെടുക്കുന്നതിന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു കോൺഫിഡൻസിൽ ഇരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഓൾറെഡി ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറി നിങ്ങൾ വളരെ ഒരു നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാവരുടെയും വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ചെല്ലുക. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങിയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. വളരെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ അതിൽ ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കണം ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് എന്താണോ സംഭവിക്കേണ്ടത് നടക്കട്ടെ എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ലവ് ലൈഫിൽ വളരെ നല്ല എക്സ്പീരിയൻസസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു ഡ്രീം കം ട്രൂ എനർജി ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. പ്രത്യേകിച്ച് ആ ഒരു ലവ് ലൈഫ് എനർജിയിൽ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. എവിടെ പോയാലും നിങ്ങളിലേക്ക് ആളുകളുടെ അറ്റൻഷൻ എത്തും. ഓക്കെ, അത് നിങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോൺഫിഡൻസിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും നിങ്ങളിൽ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസോ അല്ലെങ്കിൽ വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി റിക്കവർ ആകുന്ന, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അതൊക്കെ അവസാനിച്ചിട്ടുണ്ട്. കാരണം ഇതിലൊരു ഗ്ലോ അപ്പ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളിൽ ഒരു ഗ്ലോ അപ്പ് ആണ് സംഭവിക്കുന്നത്. അതിന്റെ എന്താ പറയേണ്ട കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുക നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കും. പ്രോമിനന്റ് ആയിട്ട് നിങ്ങളുടെ ലവ് ലൈഫിലാണ് അതിന്റെ എഫക്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. നല്ല നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ കാണുന്നു. ഇപ്പൊ നിങ്ങൾ മാരീഡ് ആണ്, ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ വളരെ കോൺഫിഡന്റിലായിരിക്കും. നിങ്ങൾ പാർട്ട്ണറോട് സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും എല്ലാം നിങ്ങൾക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാനും ഓരോ ഒക്കേഷൻസിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യാനൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ സ്വയം ആ ഒരു കെയറും ആ ഒരു കൺസേണും ഒക്കെ നിങ്ങൾ സ്വയം നൽകുന്നു. നിങ്ങൾ അവിടെ വേറൊരാൾക്ക്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നതിന്, പാർട്ട്ണർ നിങ്ങളെ കെയർ ചെയ്യുന്നതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. യു ആർ ലവിങ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ എനർജി തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അവരും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? നമുക്ക് ഡെത്ത് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കണേ. ചില ബന്ധങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നു, പുതിയ ബന്ധങ്ങൾക്ക് തുടക്കവും കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ കൂടുതലും പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ്ഡ് ആയിരിക്കും കാണുന്നുണ്ട്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നൊന്നും കാണുന്നില്ല. പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ. എന്തൊക്കെ ചാപ്റ്റർ അവസാനിക്കുന്നു, ഏതൊക്കെ റിലേഷൻസ് അവസാനിക്കുന്നു, എന്തൊക്കെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു, ഇതിനെല്ലാം നിങ്ങൾ ഒരേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിൽ പതറിപ്പോകുന്നതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ വളരെ കോൺഫിഡന്റ്ലി തന്നെയാണ് അങ്ങനത്തെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതലായിട്ടും ഒരു അറേഞ്ച് മാരേജ് സിനാരിയോ, പുതിയ റിലേഷൻ ഒക്കെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയിൽ തന്നെ ഒരു പുതിയ ബന്ധം, ഓക്കെ, ബന്ധുത ഉണ്ടാവുന്നതിന്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ അത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് കാണുന്നു. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രസന്റ് മൊമെന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വളരെ കോൺഫിഡന്റ്ലി ആ ഒരു ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചേഞ്ചസിനെ, ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഏറ്റവും മെച്ചൂർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഒരു അഫെക്ഷൻ ഒക്കെ അനുഭവിക്കാൻ, ഒക്കെ അവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഒരു സാധ്യതയും കൂടെ ഓഗസ്റ്റ് മാസത്തിൽ കാണുന്നുണ്ട്. അവർ കുറേം കൂടെ നിങ്ങളോട് ഒരു വാത്സല്യം കാണിക്കുന്നു, ഒരു കരുതൽ കാണിക്കുന്നു, ആ ഒരു സ്നേഹവും ഒരു അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കും, നിങ്ങൾ വളരെ ഒരു ഒബ്സർവിങ് എനർജിയിലായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, അത് ഇവരുടെ സ്നേഹത്തിന് സംശയത്തോടെ നോക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. എന്താ പറയാ,
ഓരോ സന്ദർഭത്തിലും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇൻസ്റ്റിങ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ വളരെ ഒരു അഡ്മയറബിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽ ഉള്ള വ്യക്തിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്സ് ഏറ്റവും സ്മൂത്ത് ആയിട്ട്, ഫാമിലി എൻവയോൺമെന്റ് സ്മൂത്ത് ആയിരിക്കുന്നതിനും നിങ്ങൾ ഓരോ സന്ദർഭത്തിലും റൈറ്റ് വേയിൽ റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇക്കറിയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ബന്ധങ്ങൾ വരുന്നത് അതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലി തന്നെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം ശരിയാവുക, ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 1 എങ്ങനെയാകും? ക്ലാരിഫൈഡ് എയ്റ്റ് ഓഫ് കപ്സ്. ഫ്രണ്ട്ഷിപ്പിലെ ചാലഞ്ചിങ് പീരീഡ് ആയിരുന്നു നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് സക്സസ്ഫുള്ളി പുറത്തു കടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത സൗഹൃദങ്ങളെയൊക്കെ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ടും കാണുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചറിയാണ് ആരാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ്, ആരാണ് നല്ലതല്ലാത്തത്. നല്ലതല്ലാത്തതിനെ അകറ്റി നിർത്തുന്നു, നല്ലതിനെ ചേർത്ത് പിടിക്കുന്നു. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം. എന്തൊക്കെ ചാലഞ്ച് ഉണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടെയാണ് നിങ്ങൾ ആ ചാലഞ്ചസിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു പരീക്ഷണ കാലം അവസാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ സൗഹൃദങ്ങളിൽ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ് ഒക്കെ അവസാനിക്കുന്ന ഒരു ടൈം, നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും ഒരു സൗഹൃദങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസം കൂടിയായിട്ടാണ് എനിക്ക് ഓഗസ്റ്റ് മാസം കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി അങ്ങനെയായിരിക്കും എന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിന്റെ ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ധ, വ, ത, ഇൻ, എ, ഠ, പ, ഹ, ഐ, ഖ, ഉ, ൽ, ഠ, ൽ, ധ, ഓ, ഋ, ഷ, ഢ. ഓക്കെ, പിന്നെ നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ഭരണി, മൂലം, തൃക്കേട്ട, പൂരാടം. വൃശ്ചിക മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. വൃശ്ചികം രാശി നിങ്ങൾ ജനിച്ച രാശിയായിരിക്കാം. മിഥുനം രാശി നിങ്ങൾ ജനിച്ച രാശിയാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ തീയതികളിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. ഓക്കെ, 1, 9, 10, 26 ഈ തീയതികൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഓഗസ്റ്റ് മാസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഓഗസ്റ്റ് 2026 എങ്ങനെയാകും നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 2026 പൊതുവെ ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ,
Clarify the High Priestess. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഫോർവേഡ് മൊമെന്റ്സ്, ചേഞ്ചസ്, ഓക്കെ, പെട്ടെന്നുള്ള മാറ്റങ്ങൾ, വേഗത്തിലുള്ള മാറ്റങ്ങൾ, അതിനുള്ള സാധ്യത നമുക്ക് കാണുന്നു. നിങ്ങളോട് അലൈൻഡ് ആയി നിൽക്കുന്ന എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ മീറ്റിംഗ് അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ആകാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച സംഭവിക്കാനുള്ള ഒക്കെ ഒരു സാധ്യത നമുക്ക് കിട്ടുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ പോകുന്നു, അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങളെ തേടിയെത്തുന്ന, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ ഒരു ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു മാസം, കുറേ കൂടെ നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകുന്ന ഒരു മാസമാണെന്ന് കൂടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം, കൂടുതൽ സ്ട്രെങ്തൻ ആകുന്ന ഒരു സമയം എന്നും കൂടെ നമുക്ക് കാണുന്നു. എന്തായാലും ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ്, ഒരു ഹാർമണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസസ്, ബ്ലെസ്സിങ്സ്, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ. ഓക്കെ, ട്രാവൽ പോസിബിലിറ്റി ഉണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും? കരിയറിൽ വിജയം, പ്രൊമോഷൻ, പുതിയ ജോലി, ഇതിനൊക്കെ സാധ്യത കാണുന്നു. യെസ്, ഗുഡ് ന്യൂസസ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തകൾ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു എന്താ പറയാ, ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നാലും നിങ്ങൾ അതിൽ നിന്ന് എന്താ പറയാ പുറത്ത് കടക്കുന്നുണ്ട്, വളരെ സക്സസ്ഫുള്ളി അതിൽ നിന്ന് പുറത്ത് കടക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് അലൈൻഡ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ, കരിയറിൽ നിങ്ങൾക്ക് എന്താണോ അലൈൻഡ് ആയി നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്, അതിനെ നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് അലൈൻഡ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും കരിയറിന്റെ കാര്യത്തിൽ. വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 42. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല എക്സ്പീരിയൻസ്, സക്സസ്, അച്ചീവ്മെന്റ്സ് ഒക്കെ കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. പൊതുവെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ എനർജിയിലിരിക്കുന്ന ഒരു ടൈമാണ് ഓഗസ്റ്റ് മാസം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാകുക. ഇനി ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് എല്ലാം എന്താ പറയാ, അതിന്റെ ഒരു എൻഡിങ് കാണുന്നു. ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിൽ ഒരു അവസാനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, കാരണം മൂൺ കാർഡാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻറ്റ്യൂറ്റീവ്ലി ഒരു സൈൻ ഒക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷെ ആ ഒരു ഏകദേശം ഒരു ഫുൾ മൂൺ ടൈമില് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ആ ഒരു എൻഡിങ് ഇൻ ദ സെൻസ് ആ ഫൈനാൻഷ്യൽ ഏരിയയുമായി ബന്ധപ്പെട്ട നിങ്ങളിൽ കണക്ട് ആയി കിടക്കുന്ന അൺവാണ്ടഡ് എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്ന ഒരു ന്യൂ ബിഗിനിങ്ങും നിങ്ങളുടെ ഫൈനാൻസിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. യെസ്, നിങ്ങൾക്ക് ഫൈനാൻസിൽ അതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകാതിരുന്ന ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാണ്. കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള, ഓക്കെ, നിങ്ങൾ പരിശ്രമിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഡ്രീം കം ട്രൂ എനർജിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ കണ്ട പോലെ മാക്സിമം നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുമ്പോൾ ഈ എക്സ്പീരിയൻസസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഈ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക.
ജസ്റ്റ് റിലാക്സ്. ഫൈനാൻസിനെ കുറിച്ച് ആലോചിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അങ്ങനത്തെ ടെൻഷൻസ് ഉള്ളതിനൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം ഓഗസ്റ്റ് മാസത്തിൽ. ഓക്കെ, അപ്പോഴാണ് ഈ അൺവാണ്ടഡ് എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് പീസ്ഫുള്ളി വിട്ടുപോകുക. ഡെഫിനറ്റ്ലി അവിടെ ന്യൂ ബിഗിനിങ് ആണ്. ആ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങൾക്ക് ആ ഒരു അത്രയധികം ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന ഒരു ന്യൂ ബിഗിനിങ്. അതാണ് നമുക്ക് ഫൈനാൻസിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ ബേർഡൻസ് ഉണ്ടോ, എന്തൊക്കെ അൺവാണ്ടഡ് എനർജീസ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ, അതെല്ലാം നിങ്ങളെ വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് അവിടെ ഒരു എന്താ പറയാ അൺനോൺ എനർജി ഇൻ ദ സെൻസ് നമുക്ക് 4 ഓഫ് കപ്സും മൂണും കാണുമ്പോൾ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ നടക്കും, ഇങ്ങനെയാവും സംഭവിക്കുക, അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചസ്, ഫൈനാൻഷ്യൽ ചേഞ്ചസ് എന്റെ ലൈഫിലേക്ക് വരുന്നത്, അത് വരേണ്ടത് അതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കും എന്ന് വിചാരിക്കുക. അല്ലാതെ ഇന്ന രീതിയിൽ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്പെസിഫിക് ആയി പോകാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആകുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതിന് അനുവദിക്കുക. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2026 ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? അഗെയിൻ നമുക്ക് പ്രോഗ്രസ് എനർജി കാണുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തൊരു എനർജി കാണുന്നു. പിന്നെ എന്തെങ്കിലും പാസ്റ്റ് റൊമാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, ലവ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്നുമല്ലാതെ നിൽക്കുന്ന റിലേഷൻ, ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ലാതെ നിൽക്കുന്ന റിലേഷൻ സിറ്റുവേഷൻസ്, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നു. അതൊക്കെ നിങ്ങളായിട്ട് തന്നെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം നിങ്ങൾ ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ഗൈഡൻസസ് ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിരിക്കും. ഓക്കെ, ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ് ആയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അനാവശ്യ ചിന്തകൾ, ഓക്കെ, അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ ഭയങ്ങൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാസത്തില്. നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ അതൊക്കെ എന്താ പറയാ വിട്ടൊഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അത്തരം ചിന്തകളെ വിട്ടൊഴിക്കുന്നു. നിങ്ങൾ ആ ഒരു ന്യൂനെസ്, ഇനി വരാനിരിക്കുന്നതിനെ, ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരേണ്ട വ്യക്തി ആരാണോ അവരെ സ്വീകരിക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് നല്ലതല്ലാത്ത എല്ലാ ഓർമ്മകളിൽ നിന്നും, എല്ലാ റിലേഷൻഷിപ്പുകളിൽ നിന്നും നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. റൊമാൻറ്റിക് എനർജിയിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കാണാത്ത റിലേഷൻഷിപ്പ്, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പ്രതീക്ഷയില്ലാത്ത, ഓക്കെ, ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ അതിനെ എന്താ പറയാ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് എടുത്തിട്ടാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നത്. ആ ഒരു എൻഡിങ് നിങ്ങൾ അത് സ്വീകരിക്കുകയാണ്. കാരണം അത് നിങ്ങളുടെ നല്ലത് അതിന്റെ ഈ ഒരു റിലേഷന്റെ അവസാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന പോലെ പാസ്റ്റ് എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഫിയർ ആയിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതിൽ നിന്ന് പുറത്തു കടക്കുന്നു. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഒരു ക്ലാരിറ്റിയോട് കൂടെ എങ്ങനത്തെ വ്യക്തിയാണ് വേണ്ടത്, എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ് വേണ്ടത് എന്നുള്ള ഒരു വ്യക്തതയോട് കൂടെ തന്നെയാണ് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ആയിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുൾ ആയിരിക്കും. നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ ആക്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ആ ഒരു എംപറസ് എനർജിയിലായിരിക്കും. ഒന്നിനെയും നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ഒരു മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ നിങ്ങളിലേക്ക് ആ റൈറ്റ് പേഴ്സണെ, റൈറ്റ് കണക്ഷനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു മാറ്റത്തിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും എന്നും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫാമിലി റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസം എങ്ങനെയാകും? ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഈ ഫാമിലി റിലേഷൻഷിപ്സ്, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം എഫേർട്സ് എടുത്തിട്ടുണ്ടോ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നല്ലതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ, അതിന്റെ ഒക്കെ ഫലം അല്ലെങ്കിൽ അതിന്റെ ഒക്കെ റിവാർഡ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. യെസ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസസ്, ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഫാമിലി റിലേഷൻഷിപ്സിൽ നിന്ന്.
വളരെ പെട്ടെന്നുള്ള പ്രോഗ്രസ് ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ വരാനും മതി. ഓക്കെ, പക്ഷെ ഫാമിലിയുമായി കണക്റ്റഡ് ആയിട്ട് കാണുന്നു. അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് പ്രപ്പോസൽ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫാമിലിയിലൂടെ, ഫാമിലി മെമ്പേഴ്സിലൂടെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഒരു ഡിവൈൻ യൂണിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഒന്നുകിൽ അവര് നിങ്ങളുടെ 3D റിയാലിറ്റിക്ക് വരാം. അറേഞ്ച് മാരേജ് ഒക്കെ ആണെങ്കിൽ പ്രിഫർ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അവരുമായിട്ടൊരു കൂടിക്കാഴ്ച, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത, അതേസമയം നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇനി നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ നല്ലതല്ലാത്ത ഇന്റൻഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും പെരുമാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എന്തോരം എഫേർട്ട് എടുത്തു അതിന്റെ റിവാർഡ് കിട്ടുന്ന ടൈം, അതാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം ആകുന്നത്. യെസ്, എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഉള്ള നല്ല മൊമെന്റ്സിലൊക്കെ എൻജോയ് ചെയ്ത്, ഓക്കെ, നിങ്ങൾ അവിടെ പതറിപ്പോകുന്നില്ല. അപ്പൊ ഇൻഫാക്ട് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ലൈഫിലേക്ക് എൻ്റർ ചെയ്യാവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ടെൻഷൻ ഒന്നും കാണുന്നില്ല. നിങ്ങൾ അവിടെ വളരെ റെഡിയാണ്, നിങ്ങൾ റെഡി ആയിരിക്കും. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഈ ബന്ധങ്ങളിൽ കുറേം കൂടെ പ്രോഗ്രസ്, കുറേം കൂടെ ഒരു വളർച്ച ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ. ഓക്കെ, നിങ്ങളത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ആഴത്തിൽ ബന്ധങ്ങൾ ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. യെസ്, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു ലക്ക് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എടുത്ത എഫേർട്ട് തന്നെയാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ കോൺസിക്വൻസസ് ആണ്, നല്ല കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്ന നല്ല എക്സ്പീരിയൻസസ്. ഫാമിലി മെമ്പേഴ്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല എക്സ്പീരിയൻസസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഓക്കെ, വളരെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത്ര പെട്ടെന്ന് ഇത്ര അടുപ്പം വരുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഫാമിലി മെമ്പേഴ്സിൽ നിങ്ങളോടുള്ള അവരുടെ ആ ഒരു എന്താ പറയണ്ടേ ബിഹേവിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആക്സെപ്റ്റ്. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, അത്രേ വേണ്ടൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഇൽ ഇന്റൻഷൻ വെച്ചിട്ട് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സമയമാണ്. അത് അഗെയിൻ അതിൽ നിന്ന് ഓടി ഒളിക്കാതെ ധൈര്യസമേതം അത് നിങ്ങളുടെ തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ ഒരു കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസം എങ്ങനെയാകും? യൂണിവേഴ്സ് നിങ്ങൾ സർപ്രൈസ് ചെയ്യുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പല അനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മാസം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങളെ തേടിത്തുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ തേടിത്തുന്ന ഒരു മാസമാണിത്. ഓക്കെ, നിങ്ങൾക്ക് മുൻപ് പല അവസരങ്ങളിലും നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് വേദന ഉണ്ടായപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അവരൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് കാണുന്നു. ഡെഫിനറ്റ്ലി അവര് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് എത്ര ദൂരെയാണെങ്കിലും നിങ്ങളും അവരും തമ്മിൽ ഉള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാണ് അവര്. ഓക്കെ, അത് കുറച്ച് നാളത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല, പെർമനന്റ് റിലേഷൻഷിപ്പ്, ലോങ് ടേം ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ആണ് എനിക്ക് കാണുന്നത്. ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു പരീക്ഷണങ്ങളും എന്താ പറയണ്ടേ ചാലഞ്ചിങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, അതൊക്കെ ഫ്രണ്ട്സ് സർക്കിൾസ് അതെല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓഗസ്റ്റ് മാസത്തില് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രമേൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു അവരുമായിട്ടുള്ള ടൈം. നിങ്ങൾ ഒരുപാട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ നൽകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നല്ല മൊമെന്റ്സ് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എന്നുള്ളതിന്റെ ഒരു ചുരുക്ക വിവരണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3യുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിന്റെ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഗ്രൂപ്പ് 3യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, വളരെയധികം ക്ലൂസ് ഇതിനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അക്ഷരങ്ങൾ നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ധ, ഹ, ഷ, ഉ, ഫ, ൽ, ഹർ, ഓ, ര, ജ, റ, ച, ഷ, ർ. ഓക്കെ, ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുള്ളത്, ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ തീയതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. 1, 2, 3, 8, 9, 18, 23. നിങ്ങൾ ജനിച്ചിട്ടുള്ളത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇതിലേതെങ്കിലും ദിവസങ്ങളിലായിരിക്കാം. നിങ്ങൾ ജനിച്ച രാശി മിഥുനം രാശി, ഇടവം രാശി, മകരം രാശി അല്ലെങ്കിൽ തുലാം രാശി ആയിരിക്കാം. നിങ്ങൾ ജനിച്ച മാസം എന്ന് പറയുന്നത് മിഥുനം, മേടം, മീനം, വൃശ്ചികം, തുലാം, ഇടവം, കന്നി ഇതിലേതെങ്കിലും മാസത്തിലായിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര, ചോതി, തിരുവോണം, വിശാഖം, ഭരണി, കാർത്തിക ഇതിലേതെങ്കിലും ഒന്നാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാധാരണ ലോങ് റീഡിംഗ് ആവാറാണ് പതിവ്, ടാരോ മന്ത്ലി ഗൈഡൻസസ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ലോങ് റീഡിങ്സ് അധികം ആളുകൾ പ്രിഫർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പം അത്രയും ലോങ് ആയിട്ട് എടുക്കാതെ കുറേം കൂടെ ഒന്ന് ചുരുക്കിയിട്ടാണ് ഞാൻ ഈ റീഡിംഗ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഓരോ ഏരിയയിലും നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സ്യൂൾ ക്ലൂസ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓഗസ്റ്റ് 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.